നമസ്കാരം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ 1.5 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. 2020 ഹത്രാസ് കൂട്ടബലാത്സംഗ കേസിൽ കുറ്റവിമുക്തരായ 3 പേരെ പ്രതിനിധീകരിച്ചാണ് അഭിഭാഷകൻ 1.5 കോടി രൂപയുടെ മാനനഷ്ട കേസ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. ഡിസംബർ 14 പങ്കുവച്ച എക്സ് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഇടപെടുന്നുവെന്നും ഇത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ബാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രതികൾക്ക് വേണ്ടി നോട്ടീസ് അയച്ച മുതിർന്ന അഭിഭാഷകൻ മുനാസ് സിംഗ് പുൻഹീർ ആരോപിക്കുന്നത്. 15 ദിവസമാണ് സംഭവത്തിൽ മറുപടി നൽകാനായി ഇവർ രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ഇരയുടെ കുടുംബം ഒതുങ്ങിക്കൂടിയാണ് കഴിഞ്ഞത്. പ്രതികൾ സ്വതന്ത്രമായി വിഹരിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വിവാദത്തിന് ആധാരമായ സംഭവം. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ട തന്റെ 3 കക്ഷികൾക്കും മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്നും ഓരോരുത്തർക്കും 50 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് അഭിഭാഷകർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി ഇവരെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടും അവരെ ബലാത്സംഗം ചെയ്തവർ എന്ന് വിളിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നാണ് 2.5 വർഷത്തോളം തന്റെ കക്ഷികൾ ജയിൽവാസം അനുഭവിക്കുകയും അപമാനമെല്ലാം നേരിടുകയും ചെയ്തുവെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നെ ആർക്കും അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഇവിടെ അയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു. അതേസമയം നേരത്തെ രാഹുൽ ഗാന്ധി ഹത്രാസ് കേസിൽ ഇരയുടെ ബന്ധുക്കളുമായി അടച്ചിട്ട മുറിയിൽ 45 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെ പങ്കുവച്ച എക്സിലെ തന്റെ പോസ്റ്റിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇരയുടെ കുടുംബത്തിന്റെ നിലവിലത്തെ അവസ്ഥ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരയുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വല്ലാതെ ഉലച്ചുവെന്നും രാഹുൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ കുടുംബവും ഭയത്തിന്റെ ഒരു മുടുപ്പത്തിലേക്ക് കീഴിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളെ പോലെയാണ് അവരോട് പെരുമാറുന്നത്. അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായി എവിടെ പുറത്തിറങ്ങാനും പറ്റുന്നില്ല. തോക്കുകളും ക്യാമറകളും ഉപയോഗിച്ച് അവർ നിരന്തരം നിരീക്ഷണത്തിലാണ്. രാഹുൽ ഈ മാസമാധ്യമം പങ്കുവച്ച പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട്. 2020 സെപ്റ്റംബർ 14 ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിൽ 19-കാരിയായ യുവതിയെ 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടി 2 ആഴ്ചയ്ക്ക് ശേഷം ചികിത്സ തുടരുന്നവരെ മരണപ്പെട്ടു. രാജ്യത്തെ പിടിച്ചുലച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധി അടുത്ത കാലത്തായി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും വിവാദത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്.